വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആ സ്പോട്ടിൽ തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ രണ്ടായിട്ട് വലിച്ചു കീറി ആശയിൽ കൊടുത്തതിന്. എനിക്ക് അത്ര ദേഷ്യം എനിക്ക് തോന്നി. ഞാൻ ആ സ്പോട്ടിൽ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. അവന് രണ്ടായിട്ട് ഇങ്ങനെ വലിച്ചു കീറി ഞാൻ രണ്ടശയിലായിട്ട് വിരിച്ചേന്. അത്ര ദേഷ്യം എനിക്കുണ്ടായി. ഒരു കോളേജിലെ അധ്യാപകൻ ആയിരിക്കണം. ഞാനത് ഫുൾ ആ വീഡിയോ കണ്ടില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ വീഡിയോകളൊന്നും കാണാനുള്ള മനക്കെട്ടിയില്ല. ലേഡീസ് കുട്ടികൾ, പെൺകുട്ടികളെ എല്ലാത്തിനും പിടിച്ച് നിർത്തിയിട്ട് അവൻ്റെ ഒരു 500 രൂപ കണ്ടില്ല. അവൻ്റെ 500 രൂപ കണ്ടില്ലാത്തത് കൊണ്ട് കുട്ടികളുടെ വസ്ത്രമൊക്കെ ഉരിഞ്ഞവൻ പരിശോധിക്കുക. ഈ നായിൻ്റെ തന്തയ്ക്ക് പറക്കാത്ത ഏവനോ ഉണ്ടായ, എന്നെയൊക്കെ ജനിപ്പിച്ച നേരം ഏവനോ ഉണ്ടായ ഒരു തന്തയ്ക്ക് പിറക്കാത്ത നായിൻ്റെ ആ കുട്ടികളുടെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞുകൊണ്ട് അവൻ പരിശോധിക്കുന്നു. അവൻ്റെ 500 രൂപ കണ്ടില്ല. നായിൻ്റെ എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവൻ്റെ 500 അല്ല 1000 ഞാൻ കാണാതാക്കിയേനെ. ഇവനൊക്കെ എന്താണ് മനസ്സിലാകുന്നില്ല. ഇവനൊക്കെ എന്താണിങ്ങനെ? അതിനകത്ത് വേറെ ആരുമില്ലേ? ഇത്രയും ഒരു ക്രൂരമായ കാര്യം ചെയ്യുമ്പോൾ ഇത്രയും കുട്ടികൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, അലറി വിളിച്ചുകൊണ്ട്. ഇത്രയും ക്രൂരമായ കാര്യം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് സത്യം പറഞ്ഞാൽ അത് സങ്കടം നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല. സങ്കടം നമുക്കതൊന്നും നമുക്ക് കാണാനോ ഉള്ള മനക്കെട്ടിയൊന്നും നമുക്കില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായില്ലേ? അത് വല്ലാത്തൊരു മാനസികാവസ്ഥ. ഇത് നിങ്ങൾ കണ്ടു നോക്കും, നിങ്ങൾക്കപ്പം മനസ്സിലാവും. എഴുതിയിരിക്കുന്നത് വായിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാകും. കുട്ടികളെയെല്ലാം ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇവൻ വസ്ത്രമുരിഞ്ഞ് പരിശോധിക്കുകയാണ്. അവൻ്റെ 500 രൂപ കാണാനില്ലെന്ന്. ഈ കണക്കിന് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ പെങ്ങളെയും ഇവൻ്റെ അമ്മയും വസ്ത്രം മുരിഞ്ഞവൻ നോക്കുമോ? ഇവൻ്റെ 500 രൂപ കാണാനില്ലെങ്കിൽ ഇവൻ അതും ചെയ്യുമെന്നേ. അവൻ്റെ മകളെ പിടിച്ചും അവൻ വസ്ത്രം മുരിഞ്ഞ് നോക്കും. ഇമാതിരി കാണിക്കുന്നവൻ അവൻ്റെ വീട്ടിൽ എന്താണ് കാണിക്കുന്നതെന്ന് ആർക്കറിയാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എങ്ങോട്ടാണ് ഈ മനുഷ്യർ ഒരു പ്രവൃത്തികൾ കാണിച്ചു കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വല്ലാത്തൊരു ജീവിത കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമായിരുന്നു. കൂട്ടുകുടുംബമായാലും അല്ലാതെ ആയാലും ഒത്തൊരുമയും കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ജീവിത രീതിയായിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കാണ് ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോകുന്നത്. എനിക്ക് പറയാനുള്ളത്, ഇവന് 500 രൂപ കാണാഞ്ഞിട്ടല്ല, ഇവന് കടി മൂത്തിട്ടാണ് ഇവൻ ഇമ്മാതിരി തെമ്മാടിത്തരം കാണിച്ചത്. ഇവൻ്റെ കടി മാറ്റിക്കേണ്ട ചുമതല സർക്കാർക്കാണ്. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ളവന്മാരുടെ കടി മാറ്റി കൊടുക്കേണ്ടതിന് അവൻ്റെ ലിംഗം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇവൻ്റെയൊക്കെ കടി തീരും. അങ്ങനെ ഒരു സാധനം അവിടെ ഉള്ളത് കൊണ്ടാണ് ഇവനൊക്കെ ഇമ്മാതിരി ചൊറിച്ചിലും കടിയും വരുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പലതും കാണുമ്പോഴാണല്ലോ നമുക്ക് മോഹം വരുന്നത്, ആഗ്രഹമുണ്ടാവുന്നത്, ആശകളുണ്ടാവുന്നത്, അല്ലെ? നമ്മുടെ മനസ്സിനകത്ത് ഒരു പൊട്ടിമുളപ്പുണ്ടാവുന്നത്. കൈ ഉണ്ടെങ്കിലല്ലേ ചോറ് തിന്നാൻ പറ്റും. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ ആ ശിക്ണാമണി അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതോടുകൂടി ഇവൻ്റെ കടി അങ്ങ് നിൽക്കും. അല്ലാതെ ഇവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടിട്ട് കുറച്ച് ദിവസം അവിടെ ഇട്ടിരുന്ന് നല്ല ഫുഡും കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും അവന് കടികളാവും. ശിക്ണാമണി ഇരിക്കുമ്പോൾ പിന്നെയും കടി വരത്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലും പുറം രാജ്യത്തുള്ള നിയമം കൊണ്ടുവരണം. സർക്കാർ നിങ്ങളിതൊക്കെ അറിയണം, കാണണം. നിങ്ങൾക്ക് ദുഃഖമില്ല, സങ്കടമില്ല. കാരണം നിങ്ങൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖവും സങ്കടമൊന്നും കാണില്ലായിരിക്കും. എന്നാൽ ഈ പുറത്ത് ജീവിക്കുന്ന പാവപ്പെട്ട കുറേ പട്ടിണി പാവങ്ങളുണ്ട്. അവർക്കൊക്കെ
ഒരുപാട് വിഷമകരമായ ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, എത്രയോ വീടുകളിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്നു. ഒരു 500 രൂപ കാണാനില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെയൊക്കെ വസ്ത്രം ഉരിഞ്ഞവൻ പരിശോധിക്കുന്നു. എന്താ പറയാനാ, എന്ത് പറയാനാ ഇതിനൊക്കെ? അവൻ 500 രൂപയാണോ വലുത്, കുട്ടികളുടെ മാനമാണോ വലുത്? ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ. അംഗൻവാടികളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ റാഗിങ്ങും മറ്റതും മറിച്ചതും ഒന്നും പറഞ്ഞ് കുറേ ഈ വർഷം കയറുന്ന കുട്ടികൾ, കഴിഞ്ഞ വർഷം കയറിയ കുട്ടികൾ, ഈ വർഷം കയറുന്ന കുട്ടികളെ റാഗിങ് ചെയ്യുക. എന്താണ് ഇതൊക്കെ? ഒരു മുട്ടയിട്ട് ഉടയ്ക്കുന്നത് പോലെ നിസ്സാരമായിട്ട്, നിസ്സാരം. ഒരു ചായ കുടിക്കുന്നില്ല, നിസ്സാരം. എല്ലാം നിസ്സാരം. മനസ്സിലാകുന്നില്ല. നിസ്സാരം, എല്ലാം നിസ്സാരം. സത്യം പറഞ്ഞാൽ പെറ്റമ്മമാരിത് കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോവും. പെൺകുട്ടികളുള്ള അമ്മമാരായാലും ആൺകുട്ടികളുള്ള അമ്മമാരായാലും അവർക്കിത് കാണുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പ്രവൃത്തിയിലൂടെ നമുക്ക് വന്നാലേ അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി? എന്ത് വേദനയാണ് ആ വീഡിയോയൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. സത്യം പറഞ്ഞാൽ മൊബൈലിലേക്ക് അടിച്ചു പൊട്ടിക്കാൻ തോന്നുക. ഇമാതിരി കാഴ്ചകളൊന്നും കാണാൻ വയ്യ. മനസ്സിലാവുന്നുണ്ടോ? പറ്റുന്നില്ല. വല്ലാത്തൊരു, ഒന്നാതെ നമുക്ക് 1 കോടിയെന്നല്ല, അതൊക്കെ മേലെ ടെൻഷനാണ്. കണ്ടാൽ പറയില്ല. അത്രയും ടെൻഷനുമായി നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് കയറി വരിക, കാതിലേക്ക് കേൾക്കുക. ഇത് വല്ലാത്തൊരു മാനസികാവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? അത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനും പറ്റുന്നില്ല. മക്കളല്ലേ, നമ്മൾ പ്രസവിച്ചില്ലെങ്കിലും നമ്മുടെ മക്കൾ തന്നെയാണ് അവർ. എല്ലാവരും ഒരു കണ്ണ് കൊണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. കാണണം. മക്കൾ തന്നെയാണ്. അത് ആര് പ്രസവിച്ചാലും മക്കൾ തന്നെയാണ്. എല്ലാ അമ്മമാർക്കും മക്കളല്ലാതെ ആവത്തില്ല. പ്രസവിച്ചാൽ തന്നെ മക്കളാവണമെന്നില്ല. സ്നേഹം കൊണ്ടും മക്കളാവാം, അവരുടെ പെരുമാറ്റം കൊണ്ട്, കരുതൽ കൊണ്ടും മക്കളാവാം. നമുക്ക് ആഗ്രഹിച്ചൂടെ മറ്റൊരാളുടെ കുട്ടി എൻ്റെ കുഞ്ഞാണെന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കാം. അങ്ങനെ ഇതെൻ്റെ കൂടപ്പിറപ്പാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ പെങ്ങളാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇമാതിരി വിഷയങ്ങളൊന്നും നടക്കത്തില്ല ഈ നാട്ടിൽ. അങ്ങനെ ചിന്തിക്കുന്നില്ല. ചിലവമ്മ പറയുന്ന ഡയലോഗാണ്, എല്ലാവരെയും അമ്മയായി കാണാൻ പറ്റില്ല, എല്ലാവരെയും പെങ്ങളായി കാണാൻ പറ്റില്ല. അത് അവരുടെ അഭിപ്രായമാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് പീഡനങ്ങൾ ഒരുപാട് നടക്കുന്നത് നാട്ടിൽ. മനസ്സിലാവുന്നുണ്ടോ? കൊച്ചു കുട്ടികളെ കുട്ടികളായിട്ട് കാണണം. മനസ്സിലായില്ലേ? ഇത് എല്ലാവന്മാരുടെയും കണ്ണ്, മറ്റേ കോഴിക്കോട്ടിലെന്ന് പറഞ്ഞാൽ ഇവന്മാർ കാമക്കണ്ണുകൊണ്ടാണ് പെൺകുട്ടികളെ നോക്കുന്നത്. അത് കിളവന്മാർക്ക് അതിലേറെ സഹിക്കാൻ വയ്യ. കിളവന്മാർക്ക് പെണ്ണുങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ തിരക്കിട്ട് നടന്നു പോകുമ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ്. തിരക്കിട്ട് നടന്നു പോകുമ്പോൾ പെണ്ണുങ്ങളെ ഇടയിൽ കൂടെ ഇവന്മാർ നടന്നു പോയിട്ട് ഈ കൈ വെച്ച് പതുക്കെ ഒരു തേപ്പാണ് ഇങ്ങനെ പെണ്ണുങ്ങളെ ദേഹത്തിട്ട് തേച്ചിട്ട് ഇവനൊക്കെ എന്താണ് കിട്ടാൻ പോണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനെ പതുക്കെ അറിയാത്തതുപോലെ ഒരു തേപ്പ് തേച്ചുകൊണ്ട് ഒരൊറ്റ പോക്ക്. ചിലപ്പോൾ അവളെ മാറിലായിരിക്കും തേക്കുന്നത്, ചിലപ്പോൾ അവളെ ഈ കൈയിൻ്റെ ഷോൾഡറിലായിരിക്കും. എന്ത് കിട്ടാനാ? ഇതുകൊണ്ട് എന്താണ് അവർക്ക് സുഖം കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒടിഞ്ഞു കിടക്കണ വാഴപ്പഴത്തിൽ എന്ത് കിട്ടാനാ? അത് ജനിച്ച് 90 വർഷം കഴിഞ്ഞു, പിന്നെ അത് ഒടിഞ്ഞു കിടക്കുകയാണ് ആ വാഴപ്പഴം. അതിൽ പിന്നെ വളമിട്ടിട്ട് ഒരു കാര്യവുമില്ല. വല്ലാത്ത കഷ്ടമാണ് ശരിക്കും. പിന്നെ പെൺകുട്ടികൾക്ക് റോഡിൽ നിൽക്കാൻ പറ്റുന്നില്ല. ആദ്യം പെൺകുട്ടിയുടെ മുഖത്തല്ല ഇവന്മാരുടെ കണ്ണ് നോക്കുന്നത്, മാറിടങ്ങളിലും ദേഹത്ത് എന്തൊക്കെ വസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ പോലും ഇവന്മാരുടെ കണ്ണുകൾ ഇന്ന് കോഴിക്കോട്ടിനകത്താണ്. അല്ലെങ്കിൽ ഇത് പെങ്ങളാണ്, അല്ലെങ്കിൽ മകളുടെ പ്രായമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊന്നുമില്ല. ഇവളുമാരൊരു സാരി കൊടുത്തുകൊണ്ട് പോയാൽ എവിടെയെങ്കിലും ഒരു ശകലം കണ്ടാൽ കണ്ണ് കോഴിക്കോട്ടിനകത്ത്. എന്തോ കിട്ടാനാ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കിട്ടാനാ? ബലാത്കാരമായി നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിലൊരു സുഖവും കിട്ടാൻ പോണില്ല. ഇഷ്ടത്തോടു കൂടി പരസ്പരം രണ്ടുപേരും ഇഷ്ടത്തോടു കൂടി നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് അതിലൊരു സുഖം ഉണ്ടാകുന്നത്. ഇതെന്ത് കിട്ടാനാ?
ബസ് സ്റ്റാൻഡുകളിൽ, വഴിയോരത്ത്, റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ മാറിൽ പിടിച്ചിട്ട് ഓടുക. വല്ലാത്ത അയ്യേ, ഛർദ്ദിക്കാൻ വരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്തിട്ട് എന്താണ് മനസ്സിലാകുന്നില്ല. ചായ കുടിച്ചിട്ട് 10 രൂപ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോകുന്നത് പോലത്തെ രീതി. പിടിക്കുക, ഓടുക, തേക്കുക, ഓടുക. എന്താ ഇത്? അയ്യേ, ഈ നാടെങ്ങോട്ടാണ് പോണത്? നാട്ടിലെ മനുഷ്യരെങ്ങോട്ടാണ് പോണത്? ഒരു പിടുത്തവും ഇല്ല. ആകെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. ഒരിക്കലും നന്നാവാൻ പോണില്ല. കലിപ്പ് തീരെയില്ല. മരണം വരെ കലിപ്പ് തീരില്ല. കലിപ്പോട് കലിപ്പ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. കലിപ്പിനുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയല്ലേ. അപ്പോൾ പിന്നെ കലിപ്പ് എങ്ങനെ തീരും? ഒരിക്കലും തീരില്ല ജീവിതത്തിൽ. വല്ലാത്തൊരവസ്ഥ. ആ കാഴ്ച കണ്ടിട്ട് ഞാൻ വിഷമിച്ച് നിന്ന് പോയൊരു നിമിഷം. ഞാൻ ആലോചിച്ചു, ഞാനങ്ങനെ പരിസരത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇവനെ 2ആയിട്ട് വലിച്ചുരിഞ്ഞ് ഞാൻ ആശയിൽ കയറ്റിയനെയെന്ന്.